ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഈസ്റ്റർ ആണല്ലേ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ദിനാശംസകൾ. അപ്പോൾ നമ്മുടെ ഇഷ്ട പരമ്പരയുടെ ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാട്ടോ. സംഭവബഹുലമായ മുഹൂർത്തങ്ങളാണ് ഈ ആഴ്ച നമ്മളെ കാത്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഇന്ദ്രാമ്മ രാജശ്രീയും സുകന്യയും തമ്മിലുള്ള സംസാരമൊക്കെ കേൾക്കുകയാണ്. സുകന്യയാണ് ദേവമംഗലത്തുള്ള ഓരോ കാര്യങ്ങളും രാജശ്രീയെ അറിയിക്കുന്നതെന്നും അതുപോലെ രാജശ്രീ പറയുന്നതനുസരിച്ച് ദേവമംഗലത്തെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് സുകന്യ ആണ് എന്നുള്ള തിരിച്ചറിവും ഉണ്ടാവുകയാണ് കേട്ടോ. അതുപോലെ തന്നെ അലോകിനെയും അനുവിനെയും തമ്മിൽ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവിധ ഒത്താശകളും ചെയ്തു കൊടുത്തത് രാജശ്രീയുടെ നിർദ്ദേശപ്രകാരം സുകന്യയാണെന്ന് അറിയുന്ന ഇന്ദ്രാമയ്ക്ക് അത് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. സുകന്യ ദേവമംഗലത്തെ മുഴുവൻ വിഴുങ്ങുന്ന ഒരു സർപ്പമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ഇന്ദ്രാമയ്ക്ക് ഉണ്ടാവുകയാണ്. എങ്ങനെ തൻ്റെ ഗോമതിയെയും കുടുംബത്തെയും രക്ഷിക്കുമെന്ന് ആ പാവം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ കാര്യങ്ങളെല്ലാം ധർമ്മനോട് പറയാമെന്ന് വെച്ചാൽ ധർമ്മന് ഹൃദയം പൊട്ടി മരിച്ചു പോകും. അവനൊരു ജീവിതം ഉണ്ടായിരിക്കുന്നത് ഇല്ലെന്നാകും. പക്ഷേ അവനെ അറിയിക്കാതിരിക്കാനും പറ്റില്ല. ആകെ ധർമ്മസങ്കടത്തിലാവുകയാണ് നമ്മുടെ ഇന്ദ്രാമ്മ. അതുകൊണ്ട് തന്നെ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ സുകന്യയുടെ സ്വഭാവങ്ങൾ ചെറിയ രീതിയിൽ നിയന്ത്രിക്കണം എന്നുള്ളൊരു ഉപദേശം നമ്മുടെ ധർമ്മന് കൊടുക്കാനായിട്ട് ഇന്ദ്രാമ്മ തീരുമാനിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ധർമ്മനെ കാണാൻ തീരുമാനിച്ച് ധർമ്മൻ്റെ അടുത്തേക്ക് പോവാം. പതിവില്ലാതെ തൻ്റെ അമ്മ തന്നെ കാണണമെന്ന് പറയുമ്പം എന്താ കാര്യം എന്നറിയാനായിട്ട് ധർമ്മൻ അവിടേക്ക് ചെല്ലുകയാണ്. എന്താ അമ്മേ, എന്താ കാര്യം എന്ന് ചോദിക്കുക. അപ്പോൾ നമ്മുടെ ഇന്ദ്രാമ്മ പറയും, അത് മോനെ, ദേവമംഗലത്തെ കാര്യങ്ങളൊക്കെ നിനക്കറിയാലോ. അമ്മ അറിഞ്ഞു അല്ലേ, ദേവമംഗലത്ത് മുഴുവനും പ്രശ്നങ്ങളാണമ്മേ. നമ്മുടെ ദേവിയുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു. അലോകും അനുവും തമ്മിൽ സ്നേഹത്തിലായിരുന്നു അത്രേ. എനിക്കിതൊന്നും വിശ്വസിക്കാൻ പോലും സാധിക്കുന്നില്ല. നമ്മുടെ അനുമോള് ഇങ്ങനൊരു തെറ്റ് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്നൊക്കെ പറയാണ്. ഇപ്പം അളിയനാണെങ്കിൽ കടയിൽ പോലും വരുന്നില്ല. നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ കഴിയില്ലെന്ന അളിയൻ പറയുന്നത്. അതുകൊണ്ട് ഞാൻ രാമേട്ടനോ ഇപ്പം കടയിൽ എന്ന് പറയാം. അപ്പം പെട്ടെന്ന് നമ്മുടെ ഇന്ദ്രമ്മ പറയും, മോനെ ധർമ്മ, നിന്നോട് ഞാനൊരു കാര്യം പറയട്ടെ. നിനക്കറിയാലോ സുകന്യ രാജശ്രീയുടെ ബന്ധുവാണെന്ന്. ആ ഏടത്തിയുടെ ബന്ധുവാ സുകന്യ എന്നുള്ള കാര്യം എനിക്കറിയാലോ അമ്മേ. അതിനിപ്പോൾ എന്താ? അവള് കൃഷ്ണമംഗലത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. രാജശ്രീയുമായിട്ട് ഓരോന്ന് സംസാരിക്കുന്നതും കേൾക്കാം. നിനക്ക് നിന്റെ ഏടത്തിയുടെ സ്വഭാവം അറിയാലോ. ദേവമംഗലത്തുള്ളവർക്ക് ദോഷം വരുന്ന രീതിയിലേ രാജശ്രീ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ സുകന്യയോട് രാജശ്രീയുമായിട്ടുള്ള ഈ അടുപ്പം ഒന്ന് നിയന്ത്രിക്കണമെന്ന് നീ പറഞ്ഞു മനസ്സിലാക്കണം. അവിടെയുള്ള കാര്യങ്ങളൊക്കെ സുകന്യ വന്ന് രാജശ്രീയോട് പറഞ്ഞാൽ അവർക്ക് ദോഷം വരുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കാൻ മോശമായ രീതിയിൽ നമ്മുടെ സുകന്യയെ ഉപദേശിക്കും രാജശ്രീ. അവളതനുസരിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ദേവമംഗലത്ത് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിക്കുക. അമ്മേ, അതിന് അവളിപ്പോൾ അവിടെ വരാറുണ്ടോ? അവളോട് ഞാൻ എപ്പോഴും കൃഷ്ണമംഗലത്തേക്ക് പോകരുതെന്ന് പറഞ്ഞതിൽ പിന്നെ അവൾ അങ്ങനെയൊന്നും പോകാറില്ലല്ലോ എന്ന് പറയാണ്. അതൊക്കെ നിന്റെ തോന്നല. അവൾ വരാറൊക്കെയുണ്ട്, രാജശ്രീയെ കാണാറുമുണ്ട്. പക്ഷേ നീ അതിലൊരു നിയന്ത്രണം വെക്കണം. കാരണം ദേവമംഗലത്ത് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചാൽ അത് നിങ്ങളുടെ രണ്ടുപേരുടെ ജീവിതത്തെ കൂടി ബാധിക്കും. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? സുകന്യയുടെ ബന്ധുവാ രാജശ്രീ, അതുകൊണ്ട് അവൾ വരുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അതുകൊണ്ട് എല്ലാവർക്കും ദോഷമാണെങ്കിൽ അത് നിയന്ത്രിക്കുന്നതല്ലേ മോനെ നല്ലത് എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ മുഴുവൻ കാര്യങ്ങളും തുറന്നു പറയാതെ ചെറിയ രീതിയിൽ ഒരു ഉപദേശം എന്ന രീതിയിലാണ് ഇന്ദ്രാമ്മ ധർമ്മനോട് കാര്യങ്ങളൊക്കെ പറയുന്നത്. അതിനുശേഷം ഇന്ദ്രാമ്മ അവിടുന്ന് പോവുക. തൻ്റെ അമ്മ എന്താ ഇങ്ങനെ പറഞ്ഞത് എന്നൊരു ചിന്ത നമ്മുടെ ധർമ്മൻ്റെ മനസ്സിലുണ്ടാവുകയാണ്. സുകന്യാണോ ഈ ചെയ്തതിനൊക്കെ പിന്നിൽ? ഇനി അലോകിനെ ആ വീട്ടിൽ കയറ്റാനായിട്ട് അനുവിനെ സഹായിച്ചത് സുകന്യയാകുമോ എന്നൊക്കെയുള്ള ചിന്ത നമ്മുടെ ധർമ്മൻ്റെ മനസ്സിലേക്ക് ആദ്യമായിട്ട് വരിക. അതുകൊണ്ട് തന്നെ സുകന്യ ഇനി നന്നായിട്ട് ശ്രദ്ധിക്കണമെന്ന് തന്നെ ധർമ്മൻ തീരുമാനിക്കുകയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ ഉദയഭാനു ആണെങ്കിൽ ബാലനെ പറ്റിയുള്ള ഒരു വിവരങ്ങളും ഇല്ലാത്തത് കൊണ്ട് തന്നെ കടയിലേക്ക് ചെല്ലുക. വിളിച്ചിട്ടൊന്നും ബാലൻ ഫോണൊന്നും എടുക്കുന്നില്ല. ഉദയഭാനുവിൻ്റെ കോളുകളെല്ലാം എടുക്കാതെ അവഗണിച്ച് വിടുകയായിരുന്നു ചെയ്യുന്നത്. അപ്പം കടയിലെത്തുമ്പം ധർമ്മനും രാമേട്ടനും അവിടെ ഉള്ളത്. അപ്പം ധർമ്മൻ പറയും, ആ ഉദയഭാനു സാറോ, അതിന് അളിയനിപ്പോൾ കുറച്ചായിട്ട് കടയിൽ വരുന്നില്ലല്ലോ എന്ന് പറയാം. അത് കേൾക്കുമ്പം കാര്യങ്ങളൊന്നും അറിയാത്ത ഉദയഭാനു ചോദിക്കും, ബാലൻ ഗോമതി സ്റ്റോഴ്സിൽ വരാതിരിക്കുകയോ? അതെന്താ അങ്ങനെ ഒരു സംഭവം? ബാലന് സ്വന്തം വീടിനേക്കാൾ പ്രാധാന്യമുള്ളതല്ലേ ഈ ഗോമതി സ്റ്റോഴ്സ് എന്ന് പറയാം. അപ്പം രാമേട്ടൻ പറയും, കുടുംബത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ബാലൻ എങ്ങനെയാ സമാധാനത്തോടെ ഇവിടെ വന്നിരിക്കുന്നതെന്ന് പറയണേ. എന്ത് പ്രശ്നങ്ങൾ? ഞങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ. അവിടുത്തെ അടുത്ത ബന്ധുവായ ഞാൻ അറിയാതെ അവിടെ എന്തു പ്രശ്നം ഉണ്ടായത് എന്ന് പറയാം. എന്തായാലും ബാലനെ കാണാനായിട്ട് ഞാൻ ഇറങ്ങിയതാ, അവിടെ പോയി കാര്യങ്ങളൊക്കെ ഒന്ന് അറിയട്ടെ എന്നും പറഞ്ഞ് ഉദയഭാനു നേരെ നമ്മുടെ ദേവമംഗലത്തേക്ക് പോകാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. ഇത് കാണുമ്പം ധർമ്മം രാമേട്ടനോട് പറയും, രാമേട്ടൻ എന്ത് വർത്തമാനോ പറഞ്ഞത്? പ്രശ്നങ്ങളാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെയും ഉദയഭാനു സാറിനെ ദേവിയുടെ അവസ്ഥ അറിയിച്ചിട്ടില്ല. ഇതിപ്പം കൂടുതൽ പ്രശ്നമാകില്ലേ എന്ന് ചോദിക്കുക. അപ്പം രാമേട്ടൻ പറയും, അയ്യോ ഞാൻ ആ കാര്യം ചിന്തിച്ചില്ല. ഇനിയിപ്പം വീട്ടിലേക്ക് ചെല്ലട്ടെ. എത്ര നാളെന്ന് വെച്ചാൽ ഇതൊക്കെ മറച്ചു വെക്കാൻ സാധിക്കുക? അതുമല്ല, ഈ സാഹചര്യത്തിൽ ദേവിമോക്ക് സ്വന്തം അച്ഛനെ കാണുന്നത് ഒരു ആശ്വാസമാണെങ്കിലോ എന്ന്
പറയാണ് രാമേട്ടൻ. അപ്പോൾ പിന്നെ ഒന്നും പറയാനില്ലാതെ ധർമ്മൻ അവിടെ നിൽക്കുകയാണ് കേട്ടോ. ഇതേ സമയം വീട്ടിലേക്ക് നമ്മുടെ ഉദയഭാനു കയറി ചെല്ലുമ്പം തന്നെ ബാലൻ ഹാളിൽ തന്നെ ഇരിപ്പുണ്ട്. ബാലനെ കാണുമ്പം ഉദയഭാനു ചോദിക്കും, അല്ല ബാല, കടയിൽ പോലും പോകാതെ നീ എന്തൊരു ഇരിപ്പാണ് ഇവിടെ ഇരിക്കുന്നത്? നിങ്ങൾക്ക് എന്തു പറ്റി? ഇവിടെയുള്ള ആരുടെ മുഖത്തും ഒരു സന്തോഷം കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കുക. അപ്പം എന്തു മറുപടി ഉദയഭാനുവിനോട് പറയണമെന്നറിയാതെ ബാലൻ ആകെ തലയും താഴ്ത്തി നിൽക്കുക. എന്തു പറ്റി ബാല? ഇവിടെ എന്തോ പ്രശ്നങ്ങളൊക്കെ ആണെന്ന് എന്നോട് ആ രാമേട്ടൻ പറഞ്ഞല്ലോ. എന്താ കാര്യം? എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണോ? എങ്കിൽ എന്നോടൊരു വാക്ക് പറയരുതോ എന്ന് ചോദിക്കുക. അത് കേൾക്കുമ്പോൾ എന്ത് പറയണമെന്നറിയാതെ ബാലൻ ഉദയഭാനുവിൻ്റെ മുഖത്തേക്ക് നോക്കും. ഏയ്, സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ഇല്ല ഉദയഭാനു സാർ എന്ന് പറയാണ്. അപ്പം അവരുടെ സംസാരം കേട്ടുകൊണ്ട് ഗോമതിയും വരികയാണ്. അപ്പോൾ ഉദയഭാനുവിനെ കാണുന്ന ഗോമതി ആകെ ഞെട്ടി നിൽക്കുക. ദേവിയുടെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് വന്നതാണോ, തങ്ങളെയൊക്കെ കുറ്റപ്പെടുത്തുവോ എന്നൊക്കെയുള്ള വിഷമത്തിലാണ് നമ്മുടെ ഗോമതി. ഗോമതി, എന്തു പറ്റി? നിങ്ങളുടെയൊക്കെ മുഖത്തിന് എന്താ ഇത്ര സങ്കടം? ഇവിടെ എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം ബാലൻ ഉദയഭാനുവിനോട് സത്യങ്ങളൊക്കെ തുറന്നു പറയാൻ തന്നെ തീരുമാനിക്കുക. എത്ര നാളെന്ന് വെച്ചാൽ അവരുടെ മകളുടെ കാര്യം അവരിൽ നിന്ന് ഒളിച്ചു വെക്കുക എന്നുള്ളൊരു ചിന്ത ബാലനുള്ളിലേക്ക് വരിക. അത് ചെറിയൊരു പ്രശ്നം ദേവിമോക്ക് എന്നും പറഞ്ഞ് എങ്ങനെ പറയണമെന്നറിയാതെ ബാലൻ തപ്പിത്തടയുക. ദേവിമോക്ക് എന്തു പറ്റിയെന്നാ? ബാല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണേ. അത് കേൾക്കുമ്പോൾ ബാലൻ പറയും, നമ്മൾക്ക് ഭാഗ്യമില്ലാതെ പോയി ഉദയഭാനു സാറേ. നമ്മളെല്ലാം അത്രയേറെ ആഗ്രഹിച്ച ആ കുഞ്ഞിന് എന്തു പറ്റി? ആ കുഞ്ഞ് നഷ്ടപ്പെട്ടു എന്ന് പറയാം. അത് കേൾക്കുന്ന ഉദയഭാനുവിനെ വിശ്വസിക്കാൻ കഴിയാതെ ഞെട്ടി കേൾക്കുക. നീ എന്ത് വർത്തമാനോ ബാല ഈ പറയുന്നത്? എൻ്റെ ദേവിമോളുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടെന്നോ? എങ്ങനെ? എന്താ സംഭവിച്ചത്? നിങ്ങളെല്ലാവരും അവളെ നന്നായിട്ട് തന്നെ നോക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ എന്താ ഉണ്ടായത് എന്ന് ചോദിക്കുക. അത് കേൾക്കുമ്പം ഗോമതിയാണേ ബാലേട്ടൻ എന്താ പറയാൻ പോകുന്നതെന്ന് അറിയാതെ ഞെട്ടി നിൽക്കുകയാണ്. അനുവിൻ്റെ പേരും കാണും ഉള്ളിലേക്ക് വലിച്ചഴയ്ക്കോ എന്നുള്ളൊരു ചിന്ത ഗോമതിയുടെ മനസ്സിൽ വരുന്നുണ്ട്. പെട്ടെന്ന് ഗോമതി പറയും, അത് ദേവിമോൾ ഒന്ന് തെന്നി വീണതാ എന്ന് പറയാ. തെന്നി വീഴുകയോ? ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കും. എല്ലാവരും ഉണ്ടായിരുന്നു, ദേവി കുളി കഴിഞ്ഞിറങ്ങിയപ്പം തെന്നി വീണതാ എന്ന് ഗോമതി ചാടിക്കയറി പറയണേ കേട്ടോ. അപ്പം ബാലനാണെങ്കിൽ ഗോമതിയോട് എന്തിനാ അങ്ങനെ പറഞ്ഞേ, സത്യം പറയത്തില്ലായിരുന്നോ എന്ന രീതിയിൽ നോക്കുകയാണ്. അപ്പം ഗോമതി ഒന്നും മിണ്ടാതെ നിൽക്കാം. അപ്പോൾ ഉദയഭാനുവിന് വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുക. എന്തൊക്കെയാ ഈശ്വര ഞാൻ ഈ കേൾക്കുന്നത്? എന്നിട്ട് നിങ്ങൾ എന്താ ഈ കാര്യങ്ങളൊന്നും ഞങ്ങളെ വിളിച്ച് അറിയിക്കാതിരുന്നത്? ദേവിയുടെ അച്ഛനും അമ്മയും എന്ന നിലയിൽ ഈ കാര്യങ്ങളൊക്കെ അറിയാനുള്ള അവകാശം ഞങ്ങൾക്കില്ലേ? ബാലൻ ചെയ്തത് വളരെ മോശമായി പോയി. എൻ്റെ മോൾ എവിടെ എന്ന് ചോദിക്കുകയാണ്. സാർ, നിങ്ങളെ കൂടി വേദനിപ്പിക്കേണ്ടെന്ന് കരുതിയ ഞങ്ങൾ പറയാതിരുന്നത്. ദേവിമോളുടെയും ആനന്ദിൻ്റെയൊക്കെ അവസ്ഥ അത്ര പരിതാപകരമായിരുന്നു. മാനസികമായും ശാരീരികമായും അവരത്രയേറെ ദുർബലരായി പോയി. ഈ അവസ്ഥയിൽ സാറിനെയും ശ്രീകലയും കൂടി എന്തിനാ വെറുതെ വേദനിപ്പിക്കുന്നതെന്ന് കരുതിയിട്ടാ എന്ന് പറയാം. എങ്കിലും ഞങ്ങളുടെ മോൾക്ക് ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായിട്ട് അത് ഇപ്പോഴല്ലേ ഞങ്ങൾ അറിയുന്നത്. ഞാനിവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഞാൻ അറിയുമായിരുന്നോ എന്ന് ചോദിച്ച് ഉദയഭാനു ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. ഉദയഭാനുവിൻ്റെ കണ്ണൊക്കെ നിറയാ. അത് കാണുന്ന ബാലൻ പറയും, സാർ സങ്കടപ്പെടരുത്, ഇതേ അവസ്ഥയിലൂടെ ഞങ്ങളും കടന്നു പോകുന്നത്. നമുക്ക് ദൈവം ഇത്രയും വിധിച്ചിട്ടുള്ളെന്ന് കരുതിയാൽ മതി എന്നും പറഞ്ഞ് ഉദയഭാനുവിനെ ആശ്വസിപ്പിക്കാനായിട്ട് നമ്മുടെ ബാലൻ ശ്രമിക്കുക. എങ്കിലും ബാല എന്തുമാത്രം ആഗ്രഹിച്ചതാ ഞാനൊരു മുത്തശ്ശനാകുന്നതും സ്വപ്നം കണ്ട് ഇത്രയും ദിവസം ജീവിച്ചിട്ട് പെട്ടെന്നൊരു നാളിൽ അതൊന്നും ഇല്ലയെന്ന് പറയുമ്പം ഞാൻ എന്താ ചെയ്യുക എന്നും പറഞ്ഞ് കരയുക. അപ്പം ഗോമതി പറയും, ദേവിമോള് റൂമിലുണ്ട്, ഉദയഭാനു സാറ് അവളെ പോയി ഒന്ന് കാണണം, ഒന്ന് സംസാരിച്ചാൽ അവൾക്ക് ചിലപ്പം സമാധാനം കിട്ടിയാലോ എന്ന് പറയണേ കേട്ടോ. അത് കേൾക്കുന്ന ഉദയഭാനു ദേവിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ദേവിയുടെ അവസ്ഥ കാണുന്ന ഉദയഭാനു നെഞ്ചുരുകി അടുത്തേക്ക് ചെല്ലുന്നത് മോളെ ദേവി എന്നും പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ. തൻ്റെ അച്ഛൻ്റെ ശബ്ദം കേൾക്കുന്ന ദേവി മുഖം ഉയർത്തി നോക്കുക. എന്നിട്ട് പറയും, അച്ഛനോ? അച്ഛൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലേ? ആ കുഞ്ഞ് പോയച്ചാ, അത് എന്നെ വിട്ടിട്ട് പോയി. അല്ല, ഞാനും അച്ഛനും ഒക്കെ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടില്ലേ, അതുകൊണ്ടായിരിക്കും ആ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെട്ടത് എന്നും പറഞ്ഞ് ദേവി ഉദയഭാനുവിൻ്റെ മുന്നിൽ പൊട്ടിക്കരയുക. ഇത് കാണുന്ന ഉദയഭാനുവിന് തൻ്റെ മോളുടെ ഈ തകർന്ന അവസ്ഥ കണ്ട് അവളെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്നറിയാതെ തോളി കൈ വെക്കുകയാണ്. മോളെ, ഇങ്ങനെയൊന്നും പറയല്ലേടാ, നീ അതിന് ഒരു തെറ്റും ചെയ്തില്ലല്ലോ. ഞാൻ പറയുന്നതനുസരിച്ച് നീ പ്രവർത്തിച്ചു എന്നല്ലാതെ ഇതൊന്നും നിന്റെ ഇഷ്ടത്തോടെ ചെയ്തതല്ലല്ലോ. ഇങ്ങനെയൊന്നും പറയല്ലേ എന്നും പറഞ്ഞ് ഉദയഭാനു ദേവിയെ ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. എൻ്റെ ആനന്ദേട്ടനും ഇപ്പോൾ എന്നെ വേണ്ടച്ചാ, ആനന്ദേട്ടൻ ആ കുഞ്ഞിനെ നഷ്ടപ്പെടുത്തിയത് ഞാനാണെന്നും പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തുക. എന്നോട് ഒരു സ്നേഹവും കാണിക്കുന്നില്ല, എന്നെ വേണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷേ ആനന്ദേട്ടനില്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല. ഇല്ല, ആനന്ദേട്ടൻ തകർന്നു പോയതാ, അത്രയേറെ സ്നേഹിച്ചതാ ഞങ്ങളുടെ കുഞ്ഞിനെ. അതില്ലെന്നുള്ള കാര്യം
ആനന്ദേട്ടന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്നും പറഞ്ഞ് ദേവി പൊട്ടിക്കരയാണ് കേട്ടോ. എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ ഉദയഭാനു അടുത്ത് തന്നെ നിൽക്കുക. മോളെ, നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, നിന്റെ അച്ഛനും അമ്മയും ചെയ്ത തെറ്റിൻ്റെ ഫലം ഒരിക്കലും നീ അനുഭവിക്കേണ്ടി വരില്ല കുഞ്ഞെ എന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കും. ആനന്ദേട്ടനെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചില്ലേ അച്ഛാ, അതുമാത്രമല്ലല്ലോ ഇവിടെ ബാലച്ചനോടും അമ്മയോടും എൻ്റെ അനിയത്തിമാരോടും അനിയന്മാരോടും ഒക്കെ ഞാൻ കള്ളങ്ങളല്ലേ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ടാവും ദൈവം എന്നോട് ഇത്രയും വലിയൊരു ചതി ചെയ്തത്. എൻ്റെ ആനന്ദേട്ടനും എന്നെ വെറുത്തു പോയി, ഇനി എനിക്ക് ജീവിക്കണ്ട അച്ഛാ എന്നും പറഞ്ഞ് ദേവി കരയും കേട്ടോ. എന്തു പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കണമെന്നറിയാതെ ഉദയഭാനു അടുത്ത് നിൽക്കുക. ദേവിയോടൊപ്പം ഉദയഭാനുവും പൊട്ടിക്കരയാണ് കേട്ടോ. എൻ്റെ കുഞ്ഞെ, നീ ഇങ്ങനെ തകർന്നു പോകല്ലേ, അച്ഛനിതൊന്നും കാണാൻ വയ്യ, നിന്റെ സന്തോഷത്തിന് വേണ്ടി, നീ സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയല്ലേ അച്ഛൻ ഓരോരോ കള്ളത്തരങ്ങളൊക്കെ ചെയ്തത്, അല്ലാതെ ആരെയും മനഃപൂർവ്വം വേദനിപ്പിക്കാൻ വേണ്ടി അല്ലല്ലോ എന്നും പറഞ്ഞ് ദേവിയുടെ കൈ പിടിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ മുഖം ചേർത്ത് കരയാണ് കേട്ടോ. തൻ്റെ അച്ഛൻ കരയുന്ന കാണുമ്പോൾ പോലും ഒന്നും പറയാൻ കഴിയാതെ ഒരു പ്രതിമ കണക്കെ ദേവി അവിടെ ഇരിക്കുവാണേ. ഇതേസമയം നമ്മുടെ ആകാശാണെങ്കിൽ ഒരവസരത്തിനായിട്ട് കാത്തിരിക്കുകയാണ്. അലോക് തൻ്റെ കുടുംബത്തോട് ചെയ്ത പ്രവൃത്തി അത്ര പെട്ടെന്നൊന്നും മറന്നു കളയാൻ ആകാശിനെ കൊണ്ട് സാധിക്കുന്നില്ല. തൻ്റെ അനിയത്തിൻ്റെ റൂമിൽ കയറി ഇരിക്കുക, എന്നിട്ട് തൻ്റെ കുടുംബത്തിൽ ഇത്രയും വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, തൻ്റെ ഏടത്തിടെ വയറിൽ ചവിട്ടി കുഞ്ഞിനെ ഇല്ലാതാക്കുക തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഒരു രീതിയിലും അലോകിന് ക്ഷമിക്കാൻ ആകാശിനെ കൊണ്ട് സാധിക്കാത്ത അവസ്ഥയിൽ എത്തിക്കുകയാണ്. അപ്പോഴാണ് ആകാശ് പുറത്തോട്ട് ഇറങ്ങുമ്പം അലോകിനെ ആ വഴി വരുന്ന കാണുന്നത്. അത് കിട്ടിയ അവസരമായിട്ട് കണക്കാക്കുക. അവൻ്റെ മനസ്സിലുള്ള സകല ദേഷ്യവും പുറത്തെടുത്തുകൊണ്ട് അലോകിന്റെ പിന്നാലെ വെച്ച് പിടിക്കുകയാണ്. അപ്പൊ ആകാശ് വരുന്ന കാണുന്ന അലോക് ജീവനും കൊണ്ട് ഓടുക. അവിടെ നിൽക്കടാ, എൻ്റെ കുടുംബത്തിൽ കയറി കളിച്ച് നിന്നോട് ഞാൻ ക്ഷമിക്കുമെന്ന് നീ കരുതിയോ? ആര് ക്ഷമിച്ചാലും ഈ ആകാശ് ക്ഷമിക്കില്ലടാ. എൻ്റെ അനിയത്തിൻ്റെ റൂമിൽ നീ കയറി ഇരുന്നല്ലേ, എൻ്റെ ഏടത്തിയെ ചവിട്ടി വീഴ്ത്തിയല്ലേ, ഞങ്ങളുടെ കുഞ്ഞിനെ നീ നശിപ്പിച്ചല്ലേ എന്നും പറഞ്ഞ് അവനെ അടിക്കുവാണ് കേട്ടോ. അപ്പം അലോക് ഒരു വിധത്തിൽ അവിടുന്ന് ഓടി രക്ഷപ്പെട്ട് അധികം ആളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്തേക്കാണ് കേട്ടോ അലോക് ഓടി ചെല്ലുന്നത്, ഒരു പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടത്തിൻ്റെ അകത്തേക്ക്. അപ്പം ആകാശം പിന്നാലെ ഓടുക. എന്നിട്ട് അവിടെ കിടന്നൊരു മടലെടുത്ത് അലോകിനെ എറിഞ്ഞു വീഴ്ത്താണ്. എന്നിട്ട് അലോകിന് നല്ല രീതിയിൽ അടി കൊടുക്കുകയാണ് കേട്ടോ. അപ്പം അലോക് ഇടയ്ക്ക് പറയുന്നുണ്ട്, ഞാൻ ഒറ്റയ്ക്ക് കയറി വന്നതൊന്നുമല്ല, നിങ്ങളുടെ അനിയത്തി വിളിച്ചിട്ടാ ഞാൻ അങ്ങോട്ട് കയറി വന്നത്, അവളുടെ സഹായമില്ലാതെ എനിക്ക് ആ വീട്ടിൽ കയറി ഒളിച്ചിരിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുക. അത് കേൾക്കുമ്പം ആകാശിൻ്റെ ദേഷ്യം കൂടുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അലോകിന് എടുപ്പത് അടി കൊടുക്കുവാണേ. നീ എൻ്റെ വീട്ടിൽ കയറി കളിച്ചല്ലേ, ഇതിന് ഞാൻ മാപ്പ് തരണമെങ്കിലേ ഞാൻ ആകാശല്ലാതെ നിന്റെ കുടുംബവും കുറെ നാളായി ദേവമംഗലത്ത് കയറി ഓരോരോ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. ആദ്യം നീ എൻ്റെ അമ്മയെ കൊല്ലാൻ നോക്കി, ഇപ്പം നീ എൻ്റെ ഏടത്തിയുടെ കുഞ്ഞിനെ കൊന്നു, ഇനിയും നീ എൻ്റെ കുടുംബത്തിൽ കയറി കളിച്ചാ നിന്റെ ജീവനുണ്ടല്ലോ അത് ഞാൻ എടുക്കും, ഇത് നിനക്കുള്ള അവസാനത്തെ താക്കീതാടാ എന്നും പറഞ്ഞ് അടിച്ച് ഇഞ്ച പരിവാക്കിയിട്ട് അവനെ അവിടെ ഇട്ടിട്ട് ആകാശ് പോവാണ്. എല്ലാ അടികളും കൊണ്ട് അലോക് ദേഷ്യത്തോടെ നിൽക്കുക. അനു, നീ ഇനി എൻ്റെ കുടുംബത്തിൽ ജീവിച്ചാൽ മതിയടി, ഇനി നീ ദേവമംഗലത്ത് അവരുടെ കൊച്ചു അനിയത്തിയായിട്ട് ജീവിക്കുന്നത് എനിക്കൊന്ന് കാണണം. നിന്നെ എങ്ങനെ കൃഷ്ണമംഗലത്തെ എൻ്റെ മുറിയിൽ എൻ്റെ ഭാര്യയായി കൊണ്ടുവരണമെന്ന് എനിക്കറിയാം. നിന്റെ ഏട്ടന്മാരോടും അച്ഛനോടും അമ്മയോടും ഒക്കെയുള്ള ദേഷ്യം ഞാൻ നിന്നോട് തീർക്കുവടി എന്നും പറഞ്ഞ് പ്രതികാര ദാഹിയായിട്ടാണ് കേട്ടോ നമ്മുടെ അലോക് അവിടെ നിൽക്കുന്നത്. ഓരോ നിമിഷവും ദേവമംഗലത്തുള്ളവരെ വേദനിപ്പിക്കാൻ വേണ്ടി അനുവിനെ എങ്ങനെയെങ്കിലും കൃഷ്ണമംഗലത്ത് എത്തിക്കണമെന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞ എടുക്കുകയാണ് അലോക്. അതേസമയം ധർമ്മനാണെങ്കിൽ സുകന്യയെ എപ്പോഴും തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. സുകന്യയുടെ മാറി നിന്നുള്ള ഫോൺ വിളികളൊക്കെ രാജശ്രീയാണെന്നും ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുകയാണെന്നും അതുമാത്രമല്ല അലോകിനെയും അനുവിനെയും തമ്മിൽ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് നമ്മുടെ സുകന്യാണ് എന്നുള്ള തിരിച്ചറിവ് ധർമ്മൻ ഉണ്ടാവുക. ധർമ്മൻ അതൊന്നും വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുക. തൻ്റെ കുടുംബത്തെ ചതിക്കാൻ നോക്കുന്ന ഒരു ദുഷ്ടി തൻ്റെ ഭാര്യ തന്നെയാണെന്നുള്ള തിരിച്ചറിവ് ധർമ്മന് ഒരുപാട് സങ്കടം ഉണ്ടാക്കുകയാണ്. അപ്പോൾ രാജശ്രീയോട് ആരും കാണാതെ ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കുന്ന സുകന്യെ ധർമ്മൻ പോയി പിടിച്ച് തള്ളുക. നിനക്ക് എങ്ങനെ തോന്നിയടി എൻ്റെ കുടുംബത്തോട് ഇത്രയും വലിയ ചതി ചെയ്യാൻ? കൃഷ്ണമംഗലത്തുള്ളവരൊക്കെ ഓരോ നിമിഷവും ഈ കുടുംബം നശിച്ച് കാണാൻ ആഗ്രഹിക്കുന്നവരാണെന്ന് നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു, എന്നിട്ടും നീ രാജശ്രീ ചേച്ചിയുമായിട്ട് ബന്ധം പുലർത്തി. ഇത് പോരാഞ്ഞിട്ട് അനുവിനെ അവനുമായിട്ട് ബന്ധിപ്പിക്കാൻ നീയാണല്ലേ കണ്ണിയായി നിന്നത്, ഇതൊന്നും ഞാൻ സമ്മതിച്ച് തരത്തില്ല എന്ന് പറഞ്ഞ് ധർമ്മൻ അടിക്കുക. ധർമ്മേട്ടൻ എന്തായി കാണിക്കുന്നത്? എത്ര ധൈര്യം ഇരുന്നാലാ എൻ്റെ ദേഹത്ത് കൈവച്ചത് എന്നും പറഞ്ഞ് സുകന്യ ധർമ്മനോട് ദേഷ്യപ്പെടുക. അപ്പൊ ധർമ്മൻ പറയും, ഇത്രയും നാളും നീ ചെയ്ത എല്ലാ തോന്നിവാസങ്ങളും ഞങ്ങൾ എല്ലാവരും ക്ഷമിച്ചതാ, എന്നിട്ട് നീ ഈ കുടുംബത്തോട് എന്താ കാണിക്കുന്നത്? ഈ കുടുംബം നശിച്ചു പോകാനല്ലേ ഓരോ നിമിഷവും നീ ശ്രമിക്കുന്നത്? ഇനി നിന്റെ ഈ അഹങ്കാരം ഞാൻ വെച്ചു പുലർത്താൻ സമ്മതിക്കില്ല. നീ ഈ നിമിഷം ഇവിടുന്ന് ഇറങ്ങിക്കോ എന്ന് പറയാം. അത് കേൾക്കുന്ന സുകന്യ പറയും, ധർമ്മേട്ടൻ എന്തൊക്കെയാ പറയുന്നേ? ആരോ ധർമ്മേട്ടനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നതാ. രാജശ്രീ ചേച്ചി എൻ്റെ ബന്ധുവാണെന്നുള്ള കാര്യം ശരിയാ എന്നും കരുതി
ഇവിടുത്തെ കാര്യങ്ങളൊന്നും ഞാൻ അവിടെ പോയി പറഞ്ഞൊന്നും കൊടുക്കാറില്ല. ആലോക് ഇവിടെ കയറി വന്നപ്പോൾ പോലും ഞാൻ അനുവിനെ വഴക്കു പറയുക ചെയ്തത്. ഈ കുടുംബത്തിൻ്റെ ഭാഗത്താണ് ഞാൻ നിന്നത്. എന്നിട്ട് എന്നോട് ഈ രീതിയിൽ സംസാരിക്കാൻ എങ്ങനെ തോന്നുന്നു ധർമ്മേട്ടൻ എന്ന് പറഞ്ഞ് കള്ളക്കണ്ണീരൊക്കെ ഒഴുക്കി ധർമ്മൻ്റെ മുന്നിൽ അഭിനയിച്ച് നിൽക്കാനായിട്ട് ശ്രമിക്കുകയാണ് കേട്ടോ. അപ്പോൾ സുകന്യയുടെ ഈ സംസാരമൊക്കെ കേൾക്കുമ്പം ധർമ്മന് ചെറുതായിട്ടൊന്ന് മനസ്സലിയെങ്കിൽ പോലും പൂർണ്ണമായിട്ടും അവളെ വിശ്വസിക്കുന്നില്ല. ധർമ്മേട്ടൻ എന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞല്ലേ, ഇത്രയ്ക്കുള്ളൂ എന്നോടുള്ള സ്നേഹം. ധർമ്മേട്ടൻ്റെ കല്യാണം മുടങ്ങി ഒരു ജീവിതമില്ല ഇല്ലാതെ നിന്നപ്പം സഹായിച്ചവളായി ഞാൻ, ആ പരിഗണന പോലും എന്നോടില്ലല്ലേ എന്ന് പറഞ്ഞ് ഇല്ലാത്ത കണ്ണീരൊക്കെ വരുത്തിയാണ് കേട്ടോ നമ്മുടെ സുകന്യ അഭിനയിക്കുന്നത്. അപ്പം ധർമ്മനൊന്നും മിണ്ടാതെ ഇറങ്ങി പോവുകയാണ്. എന്തായാലും ഇനി കുറച്ചധികം സൂക്ഷിക്കണം. ധർമ്മേട്ടന് സംശയം തോന്നിയ സ്ഥിതിക്ക് ഇവിടെയുള്ള മറ്റുള്ളവർക്കും എന്നെപ്പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടായാൽ അതെല്ലാ പ്ലാനുകളും തകർക്കും എന്നൊരു ചിന്ത സുകന്യയുടെ മനസ്സിലേക്ക് വരികയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ മിത്രയുടെ ഫിസിക്കൽ ടെസ്റ്റൊക്കെ കഴിഞ്ഞു കേട്ടോ. അതുകൊണ്ട് തന്നെ അവളെ ട്രെയിനിങ് സെൻറ്ററിൽ നിന്ന് തിരിച്ചു വിളിക്കാനായിട്ട് ആരും പോയിരിക്കുക. അപ്പം മിത്രയുടെ ഈ കാര്യങ്ങളൊന്നും ദേവമംഗലത്തുള്ള ആരും അറിയിച്ചിട്ടില്ല. കാരണം സമാധാനത്തോടെ പഠിക്കാൻ പോയിരിക്കുന്ന അവളെ എന്തിനാ വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതെന്ന് കരുതി. അതുകൊണ്ട് തന്നെ ആര്യൻ്റെ കൂടെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ദേവമംഗലത്തേക്ക് മിത്ര വരുന്നത്. അപ്പം മിത്രയുടെ വരവും കാത്ത ഗോമതി മുറ്റത്ത് തന്നെ ഉണ്ട് കേട്ടോ. ഗോമതിയെ കാണുമ്പം ഓടിപ്പോയി കെട്ടിപ്പിടിക്കുക. അപ്പച്ചി എത്ര മിസ് ചെയ്തെന്നറിയാവോ? അപ്പച്ചിയുടെ ആഹാരം ഞാൻ ഒരുപാട് മിസ് ചെയ്തു. അപ്പച്ചിയും മീനു ചേച്ചിയും എല്ലാവരെയും. എനിക്കിനി എങ്ങോട്ടും പോകണ്ട, ഇത്രയും ദിവസം ഞാൻ പിടിച്ചു നിന്ന പാട് എനിക്കേ അറിയുള്ളൂ എന്നൊക്കെ പറയുകയാണേ. അപ്പോഴും ഗോമതി മിത്ര വന്ന സന്തോഷം ഉണ്ടെങ്കിൽ പോലും പൂർണ്ണമായിട്ട് ചിരിക്കാൻ കഴിയാതെ നിൽക്കുക. എന്തു പറ്റി അപ്പച്ചി, നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയത്? ഈ ആരിനാണെങ്കിൽ എന്നെ കണ്ട ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നില്ല. ഞാൻ വാതോരാതെ ഓരോന്നും പറയുന്നുണ്ട്, പക്ഷേ ഇവനൊന്നും തിരിച്ചു പറയുന്നില്ല എന്ന് പറയാം. ഗോമതി പറയും, മോള് യാത്ര ചെയ്ത് വന്നതല്ലേ, അകത്തേക്ക് വാ എന്ന് പറയാണ്. ദേവിയെടുത്തി എവിടെ? ദേവിയെടുത്തിടും വാവയോടും ഒക്കെ സംസാരിക്കാൻ എനിക്ക് കൊതിയായി. മീൻ ചേച്ചി ഇവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കാം. എല്ലാവരും അകത്തുണ്ട് എന്ന് അപ്പോൾ ഗോമതി പറയണം കേട്ടോ. അപ്പോൾ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ മീനു ഓഫീസിൽ പോകാനായിട്ട് ഇറങ്ങി വരിക. മീനുവിനെ കാണുന്ന നമ്മുടെ മിത്ര ഓടിപ്പോയി മീനു ചേച്ചി എന്നും പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് കൈ പിടിച്ച് വട്ടം കറക്കുക. അപ്പം ഇത്ര വന്ന സന്തോഷം മീനുവിനും ഉണ്ടാവുകയാണ്. ഇത്രയും ദിവസം ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്കാണല്ലോ മീനു ചെയ്തത്. എല്ലാവരെയും ആശ്വസിപ്പിച്ച് നടന്നെടുത്ത് ഇപ്പം മിത്രയുടെ ഈ വരവ് തനിക്കൊരു താങ്ങായി മാറുമെന്ന് മീനുവിന് അറിയാം. എങ്കിൽ പോലും പൂർണ്ണമായിട്ടും ചിരിക്കാതെ നിൽക്കുന്ന മീനുവിൻ്റെ മുഖഭാവം കാണുമ്പോൾ മിത്ര ചോദിക്കും, എന്തു പറ്റി ചേച്ചി, നിങ്ങൾക്കൊക്കെ എന്താ സംഭവിച്ചത്? ദേവിയെടുത്ത് എവിടെ? വാവയോട് സംസാരിച്ചിട്ട് എത്ര നാളായി? ചെറിയമ്മ വന്നേ, ഞാൻ വാവയോട് പോയി പറയട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ ദേവിയുടെ റൂമിലേക്ക് പോകാൻ തുടങ്ങുന്ന മിത്രയെ മീനു തടയുക. എന്താ ചേച്ചി, എന്താ കാര്യം? പെട്ടെന്ന് മീനു കരയുവാണ് കേട്ടോ. ഇത് കാണുമ്പോൾ മിത്ര ചോദിക്കും, എന്താ ചേച്ചി കാര്യം? എന്തിനാ ചേച്ചി കരയുന്നത്? അത് ആ കുഞ്ഞു പോയി മോളെ എന്ന് പറയാ. കുഞ്ഞു പോവുകയോ? എന്തൊക്കെയാ ഇവിടെ സംഭവിച്ചേ? എന്നിട്ട് നിങ്ങളാരും എന്താ എന്നോട് ഇതൊന്നും പറയാതിരുന്നത്? ഏടത്തി എവിടെ? ഏടത്തി ഇവിടെയുണ്ട്. ആനന്ദേട്ടനും ഏടത്തിയൊക്കെ ആകെ തകർന്നു പോയി. നീ പോയപ്പം ഇവിടെ കുറേ കാര്യങ്ങൾ നടന്നു എന്നും പറഞ്ഞ് മിത്രയെ കാര്യങ്ങളെല്ലാം അറിയിക്കുക. ഇത് കേട്ടാ നമ്മുടെ മിത്രയ്ക്ക് വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുക. നമ്മുടെ അനു അങ്ങനെ ഒരു തെറ്റ് ചെയ്തോ എന്നും പറഞ്ഞ് അനുമോള് ആ ബന്ധം അവസാനിപ്പിച്ചതാ. അലോക് മനഃപൂർവ്വം ഇവിടെ കയറി വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാ. ഇവിടെ അലോക് കയറിയതിൽ അനുമോക്ക് ഒരു പങ്കും ഇല്ല മോളെ എന്നും മിത്രയോട് പറയണം കേട്ടോ. അലോക് ഇത്രയും വലിയ ദുഷ്ടതരങ്ങളൊക്കെ ഇവിടെ ചെയ്തു കൂട്ടിയോ? നിങ്ങൾ എന്നിട്ട് എന്തുകൊണ്ട് എന്താ പറയാതിരുന്നത്? ഇതറിയുമ്പോൾ തന്നെ ഞാൻ ഇങ്ങോട്ട് ഓടി വരില്ലായിരുന്നോ? അതുകൊണ്ടാ നിന്നെ അറിയിക്കാതിരുന്നത്. നിന്റെ ഫിസിക്കൽ ടെസ്റ്റ് കഴിയുമ്പം നീ ഇങ്ങോട്ട് വരുമല്ലോ. നിന്റെ സ്വപ്നം ഇല്ലാതാക്കിക്കൊണ്ട് നീ ഇങ്ങോട്ട് ഓടി വന്നാലോ എന്ന് കരുതിയാ ഞങ്ങൾ ആരും നിന്നോട് പറയാതിരുന്നത് എന്ന് മീനു അപ്പം പറയാ. എൻ്റെ സ്വപ്നമാണോ ചേച്ചി വലുത്? എനിക്ക് കുടുംബമല്ലേ? മീനു ചേച്ചി ഒറ്റയ്ക്ക് എല്ലാവരെയും എങ്ങനെ സമാധാനിപ്പിച്ചു? ഞാനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നും പറഞ്ഞ മിത്ര ആകെ കുറ്റബോധത്തോടെ നിൽക്കുക. നീ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഇപ്പം നീ ഇവിടെ ഉണ്ടല്ലോ. നമ്മുടെ ദേവിയെടുത്തെ പഴയ പടി നമുക്ക് ആക്കിയെടുക്കണം. ആനന്ദേട്ടൻ്റെ സങ്കടങ്ങളും നമുക്ക് മാറ്റിയെടുക്കണം. ഈ കുടുംബത്തിലെ പഴയ സന്തോഷം വീണ്ടെടുക്കണം. അതിന് നീ എൻ്റെ കൂടെ ഉണ്ടാവില്ലേ എന്ന് മീനു മിത്രയോട് ചോദിക്കുക. ഉറപ്പായിട്ടും ചേച്ചി, ഞാനിതൊക്കെ അറിയാത്തത് കൊണ്ടല്ലേ ഞാനൊന്ന് ദേവിയുടെ അടുത്തേക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് മീനും മിത്രയും കൂടിയാണ് കേട്ടോ ദേവിയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. മിത്രയെ കാണുന്ന നമ്മുടെ ദേവിക്ക് വീണ്ടും സങ്കടം കൂടുക. മിത്രേ, നീ എപ്പോഴും പറയില്ലായിരുന്നോ കുഞ്ഞാവ് വരുമ്പം ചെറിയമ്മേന്ന് നിന്നെ വിളിപ്പിക്കൂന്നൊക്കെ? കുഞ്ഞു പോയി എന്ന് പറഞ്ഞ് നമ്മുടെ ദേവി കരയാ. അത് കാണുമ്പോഴത്തേക്കും മിത്രയ്ക്ക് എന്ത് പറയണമെന്നറിയാം ദേവിയുടെ അടുത്തേക്ക് എടത്തി എന്ന് പറഞ്ഞ് നിൽക്കുക. എടത്തി ഇങ്ങനെ കരയല്ലേ, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. അതോർത്ത് ഇനിയും സങ്കടപ്പെട്ടിട്ടിരുന്നാൽ എന്താ ലാഭം? എടത്തിക്ക് വീണ്ടും വയ്യായ്ക വരികയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.